ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും വീക്ക് ഓഫാണ്. അപ്പോൾ ചില വീക്ക് ഓഫിൻ്റെ അന്ന് നമ്മൾ കുക്കിങ്ങിൽ ഫോക്കസ് ചെയ്യും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മീൽ പ്രോപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ആഴ്ചയിലത്തെ നമുക്ക് വീക്ക് ഓഫ് കിട്ടിയപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത് കുക്ക് ചെയ്യുക, 2 ദിവസത്തേക്കുള്ളത് റെഡി ആക്കി വെക്കുക. അപ്പോൾ പിന്നെ ഈ 2 ദിവസം നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കുക്കിങ്ങിൻ്റെ ആ ഒരു ഇതില്ലല്ലോ. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് കിടക്കാം. ആദ്യം തന്നെ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുക കേട്ടോ. അത് തന്നെയാണല്ലോ മെയിൻ പണി വരുന്നത്. അപ്പോൾ അത് നമ്മൾ രണ്ടുപേരും കൂടി ആയിട്ട് മാറി മാറി അത് അരിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് വരാം കേട്ടോ. കാരണം ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാവും. അത് ഇങ്ങോട്ട് ഇട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആദ്യം അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ വെക്കാൻ പോണത് നെയ്ച്ചോറാണ്. പിന്നെ സൈഡിൽ നിങ്ങൾക്ക് കാണാം ചിക്കൻ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് കഴുകി അതിൻ്റെ റൈസ് കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് നമ്മൾ വെള്ളം ചൂടാക്കി അതിലേക്ക് ഇടാണ്. ബാക്കി ചിക്കൻ്റെ പരിപാടികളോട് നടക്കുന്നത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങൾ. ഇത് കാണുമ്പോൾ തന്നെ കണ്ട നമുക്ക് അങ്ങോട്ട് ഈസി ആയിട്ട് കുക്കിങ്ങിലോട്ട്. ബാക്കി സൈഡിലത്തെ ആ ക്ലീനിങ് പരിപാടി വരെ കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഇനി കുക്കിംഗ് മാത്രമേ റിമൈനിങ് ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടികൾ നോക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസത്തേക്കും പിന്നെ 2 ദിവസത്തേക്കും നമുക്ക് യൂസ് ചെയ്യാമല്ലോ. പിന്നെ നമ്മൾ മീൻ അങ്ങനെ വെച്ച് ഫ്രൈ ചെയ്യുന്ന സമയത്താണ് നമ്മൾ പിന്നെ അതും കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതേ ഫിഷ് ഫ്രൈയും നമ്മൾ ഫിഷ് മപ്പാസും കൂടെ റെഡി ആക്കിയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് വെക്കാമെന്ന് വിചാരിക്കണേ. ഓൾമോസ്റ്റ് കുക്കിംഗ് ഒക്കെ കഴിയാറായി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഓഫ് ഡേ കുക്കിംഗ് ചിക്കൻ റോസ്റ്റ്, മീൻ മപ്പാസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി 2 ദിവസത്തേക്ക് 4 ദിവസത്തേക്ക് കറി വേണ്ട. നെയ്ച്ചോർ. എല്ലാ കറികളും സെറ്റായി വന്നപ്പോൾ നമ്മൾ ഉച്ചക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 മണി 3 മണി ആയിട്ടുണ്ട്. അത് ആ പാത്രത്തിലേക്ക് കമത്തിയപ്പോൾ അങ്ങനെ സെറ്റായി വന്നതിൻ്റെ സന്തോഷമാണ് ഈ എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രണ്ടാമതും വെച്ചപ്പോൾ ആസ് യൂഷ്വൽ അതും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കറികളൊക്കെ വിളമ്പി നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറും ചിക്കനും ഞാൻ പിന്നെ മീനും കൂടി എടുത്തായിരുന്നു ജസ്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കാൻ. അങ്ങനെ പതിവില്ലാണ്ട് കിടന്നുറങ്ങി. ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റു, ചായ പിടിച്ചിട്ട് ബാക്കി പരിപാടിയിലോട്ട് പടക്കണം. അങ്ങനെ ഉറങ്ങണേക്കാളൊക്കെ മുന്നേ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞ പാടെ ബാക്കി വന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടാണ് നമ്മൾ കിടന്നുറങ്ങാൻ പോയത് തന്നെ. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ എന്തായാലും ആ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ആ ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പ് ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 4 മണി 5 മണി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ചായ പതിവാണ് കേട്ടോ. അതില്ലാണ്ട് ഒരു ദിവസം പോലും മുന്നോട്ട് പോവാറില്ല. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ ചിലപ്പോൾ നേരം വൈകി ഫുഡ് കഴിക്കുക, 4 മണിയൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ജ്യൂസൊക്കെ കുടിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ചായ എന്ന് പറയണത് ഞാൻ ഒഴിവാക്കാറുള്ളൂ. അല്ലെങ്കിൽ കോഫി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാലും അല്ല, ഡ്യൂട്ടി സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോഫി കുടിക്കും. വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീ മസ്റ്റാണ്. ഇഞ്ചിയും ഏലക്കായും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഹെർബൽ എന്തെങ്കിലുമൊക്കെ ഒരു പൊടികളുണ്ടെങ്കിൽ അതും ഇടും. അങ്ങനെ ഒരു ടീ മസ്റ്റാണ് കേട്ടോ. ഇത് അഡിക്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ ചായ കുടിച്ച് ഓരോ സിപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീലുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കും. കുറേ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ട്സൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിലായിരിക്കും. അങ്ങനെയൊക്കെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് മീൽ പ്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ബൾക്കായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. ഞങ്ങൾ ഓരോ പാത്രത്തിലാക്കി നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കും. എന്നിട്ട് ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് ഓഫീസിലോ അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിച്ചാൽ മതിയല്ലോ. നമ്മൾ ബൾക്കായിട്ട് ചൂടാക്കി പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെയും ചൂടാക്കണം. അപ്പോൾ അത്ര അങ്ങോട്ട് ശരിയാവില്ല. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.